രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവന്തിക കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. കാര്യം അവന്തികയുടെ വോയിസ് തന്നെയുണ്ട്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തെങ്കിൽ CPM-ന്റെ പോലീസല്ലേ, പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തോട് എന്തെങ്കിലും മമതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ അത് ചെയ്യാത്ത എന്താ അറിയാമോ? ഗ്രാവിറ്റിയുള്ള യാതൊരു ക്രൈമും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തവണ പറഞ്ഞു ഞാൻ ഇല്ലീഗലായ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ രാഹുൽ ഈശ്വർ അത് ചോദിച്ചല്ലോ. ഇവിടെ എന്താണ് താങ്കളുടെ മറുപടി? മാഡം 2 തവണ പറഞ്ഞു, ഇന്ന് പറഞ്ഞു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തെ ഓർത്ത് പറഞ്ഞു തീർക്കാൻ അവസരം തരും. അവസാനം 30 സെക്കൻഡ് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം അവന്തികയുടെ വിഷയം പറഞ്ഞ ദിവസവും പറഞ്ഞു ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നതിന് വിരുദ്ധമായി ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അത് അദ്ദേഹം ഇന്നും പറഞ്ഞു. അന്നും പറഞ്ഞു ആരെങ്കിലും അങ്ങനെ എനിക്കെതിരെ പോയാൽ ഞാൻ നിയമ നടപടി സ്വീകരിച്ചോളാം, നിയമപരമായി നേരിട്ടോളാം. ഇന്നും പറഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുകയല്ലേ എന്ന്. എവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടി നിയമപരമായ ആക്ഷൻ വരുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചോളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഗർഭിണികളുണ്ടോ മാഡം പറഞ്ഞോട്ടെ. ഏറ്റവും കുറവ് സമയം കിട്ടിയാണ്. CID രാംദാസും വിജയനും പോകുന്നത് പോലെ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ഗർഭിണികൾ കയ്യിലുണ്ടോ, ഗർഭചിത്രം നടത്തിയവർ കയ്യിലുണ്ടോ എന്ന് വിളിച്ച് ക്രൈംബ്രാഞ്ച് നടക്കുകയല്ലേ. ക്രൈംബ്രാഞ്ച് കണ്ടെത്താത്ത എന്താ? ഇനി 2 എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു അശാസ്ത്രീയമായ ഗർഭചിത്രം നടത്തിയെന്ന്, രണ്ടാമത് പറഞ്ഞു ഹോസ്പിറ്റലിൽ നടത്തിയെന്ന്, മൂന്നാമത് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് മരുന്ന് മേടിച്ചു കൊടുത്തതെന്ന്. എന്താ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലൊന്നും മരുന്നില്ലേ? ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലെ മരുന്ന് കേരളത്തിലെ വ്യവസായികളാണോ കൊണ്ടുകൊടുക്കുന്നത്? കള്ളങ്ങൾ നിരന്തരമായി പറഞ്ഞ യുവാവിനെ നശിപ്പിക്കാൻ നോക്കുന്നതിനെതിരെയാണ് കേരള ജനത നിന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തള്ളിക്കളഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റ മിനിറ്റിൽ പറയാം.